അപ്പോൾ കേസ് നമ്മളിത് ജമ്മുവിലാണ്. അപ്പോൾ കൂട്ടുകാരൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദിവസം തങ്ങിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്, കാശ്മീർക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100-300 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാശ്മീർക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നോയും പിന്നെ മലയുടെ മുകളിൽ എന്താ പറയുക നല്ല തണുപ്പുള്ള മലയും പിന്നെ ഐസ് കട്ട വീഴുന്ന മലയും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചുറ്റും വീടുകളൊക്കെ നൈസാട്ടോ. എന്താ പറയുക, ഇത് കണ്ടോ, ഒരു ഇഷ്ടിക കൊണ്ട് പണിത് വലിയ പൊക്കി പണിത് വലിയ സെറ്റപ്പുമാണ്. കണ്ടാൽ പെട്ടെന്ന് വലിയ സെറ്റപ്പ് തോന്നില്ല. ഒക്കെ പെയിൻറ്റ് സൈഡ് അടിച്ചില്ലെങ്കിൽ ഉള്ളൊക്കെ ഭയങ്കര സെറ്റപ്പാട്ടോ വീടുകളൊക്കെ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാശ്മീർ വരണം എന്നുള്ളത്. അങ്ങനെ കാശ്മീരിലേക്ക് എത്തി, ജമ്മു കാശ്മീരിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് പിടിക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളിലേക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഏത് മലയും കുന്നും താണ്ടിയിട്ടാണെങ്കിലും നമ്മൾ നല്ല നല്ല വീഡിയോസ് പിടിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു വിമാനം പോകണല്ലോ, തൊട്ടടുത്ത കൂടെ പോകുന്നൊരു സെറ്റപ്പാണ്. നല്ല മഴയ്ക്കുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണമെങ്കിൽ നൈസ് വീഡിയോ കാണിച്ചു തരാം. ഇപ്പം മഴ പെയ്യുന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എന്താ പറയുക ഈ ഏരിയ ഒന്ന് കാണിച്ചു തന്നേനെ. ആക്ച്വലി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ജമ്മുവിലാണെങ്കിലും കാശ്മീർ ഇവിടുന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു 300 കിലോമീറ്റർ ഉണ്ടെന്ന്. പക്ഷേ രണ്ടിടത്തും കാലാവസ്ഥ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ജമ്മുവിൽ നല്ല കുറച്ച് ചൂട് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാശ്മീരിൽ നല്ല തണുപ്പായിരിക്കും. കാശ്മീരിൽ നമുക്ക് ഏത് സമയത്ത് പോയാലും അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല മഴയാട്ടാ, മഴ പെയ്തു തുടങ്ങിയേ. പുറത്തേക്ക് ഇറങ്ങിയൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മഴ, നല്ല മഴ, നല്ല അടിപൊളി കാലാവസ്ഥയാട്ടാ. എന്തിനു പറയാം, മഴയൊക്കെ പെയ്ത് മഴയൊക്കെ നനഞ്ഞ് ഒന്ന് പുറത്ത് കിടന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അത് പറ്റില്ല. നമ്മളിവിടെ അടുത്തൊരു സ്ഥലമാണ്, ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലം കാണാൻ പോവാണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഞാനിവിടെ ജമ്മുവിലെ ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു അടിപൊളി അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം, അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഓട്ടോയാണ്. ഓട്ടോ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. ഇതിപ്പോൾ ഇവിടുത്തെ വഴിയും ഈ ജമ്മുവിലെ എന്താ പറയുക ആൾക്കാരും പിന്നെ ഇവിടുത്തെ ഓട്ടോയൊക്കെ നൈസാട്ടോ. ഒരു മലയാളികളെ കിട്ടിക്കഴിഞ്ഞാൽ പറ്റിക്കുമെന്നാണ് തോന്നുന്നത്. കൂടുതലും ഒന്നും അറിയത്തില്ല, പക്ഷെ ഇവിടെ നൈസാണ് ഓട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ. അമ്മേ നൈസാട്ടോ. കട്ടരയാടി ഇപ്പോൾ കിളി പോയി. നേരത്തെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, അപ്പോൾ മഴ നിന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഇപ്പോൾ ചെറിയ രീതിയിൽ ചാറ്റിലൊക്കെ വരുന്നുണ്ട്. ആ വെട്ടു മഴ വരുന്നുണ്ട്, പണിപാടി. ഇതിപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ഒരു ചെറിയൊരു സിറ്റി കേട്ടോ. ഇവിടെ എന്തോ അടിയൊക്കെ നടക്കുക കേട്ടോ. അടിയല്ല, ഒരു വണ്ടി അങ്ങനെ എടുത്തതിൻ്റെ ഒരു ഇതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആള് മറ്റേ റോങ് ഡ്രൈവ് ചെയ്തതിൻ്റെയാണ്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു മന്ദിറിൻ്റെ ഒരു വെൽക്കം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് തോന്നുന്നു ശ്രീ വർദ്ധമാൻ ജ്വല്ലേഴ്സ്. അപ്പോൾ ഇത് തന്നെയാന്ന് തോന്നുന്നു മന്ദിറിലേക്കുള്ള വഴിയെന്ന് തോന്നുന്നു. ഇത് കണ്ട കുറേ കടകളുണ്ട് ഇവിടെ. നൈസാണ് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ കടകളുണ്ട്. എല്ലാം മറ്റേ ഒരു പഴയ ഒരു സെറ്റപ്പ് പോലെയാണ്. എന്നാൽ എന്താ പറയുക, പഴയ ബിൽഡിംഗ് ആണ്, പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ബിൽഡിങ്ങാണ്. നമ്മളിത് ഇവിടെ കാശ്മീരെത്തിയപ്പോൾ അല്ല ജമ്മുവിലെത്തിയപ്പോൾ ഇവിടെ ഒരു എന്തോ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ,
എന്താ ചോറ് റൈസും പിന്നെ പയർ കറിയും പിന്നെ എന്തോ സംഭവമാണ്. അയ്യോ ഹായ് ഹായ് പോലോ. ये प्लेस का नाम क्या है? कौन सा मंदिर है? रघुनाथ जी मार्केट. रघुनाथ मार्केट. രഘുനാഥ് ജി മാർക്കറ്റിലാട്ടോ അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഞാൻ അവിടെ അമ്പലത്തിൽ കയറാമെന്ന് വെച്ചപ്പോൾ ഉണ്ട് അവിടെ വല്ല വലിയൊരു തോക്കും പിടിച്ചിട്ട് സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പോലീസൊക്കെ ഉണ്ട്, കാണിച്ചു തരാട്ടോ. ഇവിടെ എന്ത് ഫുൾ ചെക്കിങ് ആണ്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ മറ്റേ ഇത് ഫുഡ് ഫ്രീ കൊടുക്കുന്ന. അത് എന്ത് സംഭവം എന്ന് മനസ്സിലായില്ല, എന്തിനാണ് ഫ്രീ കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല. ഹിന്ദി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ. ഞാൻ അവരോട് ചോദിക്കാൻ നൈസായിട്ട്. എനിക്ക് അവർ ഹിന്ദി കറക്റ്റായിട്ട് മനസ്സിലാവുന്നുമില്ല. भैया ये क्या है, सब इधर क्या फेस्टिवल है? फेस्टिवल नहीं, ऐसे भंडारा है. भंडारा भंडारा क्या? हम भी लोग यहाँ के नहीं है, यूपी के हैं. अभी आए मंदिर घूमने, देखा भंडारा है तो खा लिया. ഓക്കെ. ഇത് അമ്പലത്തിലെ അന്നദാനമാണെന്ന് പറയുന്നവർ. അങ്ങനെയാണ് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ സാധനമല്ല കേട്ടോ. ഇത് മറ്റേ ബിരിയാണി റൈസൊക്കെയാണ്. ബിരിയാണി റൈസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റൈസ്, പല സാധനങ്ങളുണ്ട്. പല സാധനവും പല കറികളും ഉണ്ട്. അടിപൊളി ഫുഡ് കേട്ടോ. ഈ അന്നദാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ആഘോഷമാട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നൈസായിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കിയോട്ടോ. പഴയ ഒരു കാലത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടേ കാണുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തോ വലിയ പരിപാടിയാണ്. അപ്പോൾ പരശുരാമൻ്റെ എന്തോ ഒരു ആഘോഷമാണെന്ന് തോന്നുന്നു. ഇത് വീരി കടിയും ദുക്കാനില്ല മധുരം കേട്ടോ. ഇത് ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസും പിന്നെ അതിലെന്തോ സാധനങ്ങളൊക്കെ ചേർത്തുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വലിയ മാർക്കറ്റുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഘോഷം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കല്ലൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിൽ. ഇത് ഹിന്ദുക്കളുടെ മെയിൻ ആഘോഷമാണ്, അതുകൊണ്ടാണ് തോന്നുന്നു റോഡൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനപ്പുറത്തേക്ക് വലിയൊരു മാർക്കറ്റാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയൊരു മാർക്കറ്റാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം പോലീസ്, പിന്നെ ആർമി ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ. ജമ്മുവിലൊക്കെ ഫുൾ ടൈം ആർമി ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. ഫുൾ ടൈം ആർമി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ട അടയ്ക്കയുടെ കുരു, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായി. രഘുനാഥ് ബസാർ എന്നും കണ്ടാന്ന് തോന്നുന്നു ഈ മാർക്കറ്റിൻ്റെ പേര്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ മുളകൊക്കെ കൂടുതലും കുറവാണ്, കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. അതേപോലെ തന്നെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത് കാണുന്നതൊക്കെ. അച്ചപ്പം, കുഴലപ്പം. പിന്നെ ഇത് കണ്ടോ, ഇത് കോയിനൊക്കെ വെച്ചിട്ട് എന്തൊരു സംഭവമാണിത്. ഇത് ഇവരുടെ അമ്പലത്തിൻ്റെ എന്തോ നേർച്ചയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ആ ഒരു സംഭവമാണ് ഇത് കാണുന്നത്. ഹായ്
അപ്പോൾ പുള്ളി ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ പുള്ളീനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളി വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയേ, ഇത് വേണ്ട, ഇതൊക്കെ ആവശ്യം വരുമ്പോൾ ഇതിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല. നല്ല കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അതൊക്കെ ബദാമാണ്. ഇതൊക്കെ പല റേറ്റിന് 625 രൂപയ്ക്കാണ് കിലോ റേറ്റ് വരുന്നത്. ഇവിടെ പാക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പിന്നെ വെറൈറ്റി എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ എന്തോ ഫ്രൂട്ടാന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഒരു കടയാണ് ഇപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു നമ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ ഡെലിവറി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കിട്ടും. The things that are from here, like walnut and almond, these are the qualities that you won't find anywhere. This is the best walnut. All you need to do is just put it like this, and it is very easy to open. It's very easy to open, and it is the best taste of it. The ones that you get at your city, they are not fresh because they are broken first and then delivered it to you later. These are in shell, so they are always fresh. ഈ സാധനം നമ്മുടെ നാട്ടിൽ ഫ്രഷ് ആയിട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെയുള്ള ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പേരെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. വാൽനട്ട്. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ സ്പെഷ്യൽ സാധനം കേട്ടോ. ഇതൊന്ന് കഴിച്ചോട്ടെ. ശരിയാണ്, ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേട്ടോ. അതേപോലെ തന്നെ ബദാം. All you need to do is put it like this, and this is Mamra Badam. It contains oil, for which Badam is famous for. Mamra Badam has this in it, this oil. And this is what Mamra Badam is eaten for. ഇത് മാമ്ര ബദാം എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ്, ഓയിലിയാണ്. അപ്പോൾ ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ഭയങ്കര ഹെൽത്തി സംഭവം അതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. Made in Kashmir? All in Kashmir. First, We also have saffron, ghee, shilaji. All these are from Kashmir. ഇതെല്ലാം കാശ്മീർ ഉണ്ടാക്കുന്ന കേട്ടോ. ആൻഡ് വിച്ച് പ്ലേസ് മേഡ് ദിസ്? Sorry? വിച്ച് പ്ലേസ് മേഡ് ദിസ്? These are all made in Kashmir. കാശ്മീർ. Almond, walnut, saffron, ghee, shilaji, rajma. These are all products that are locally sourced. ഇതൊക്കെ കാശ്മീരിൽ തന്നെ ഉണ്ടാക്കുന്ന, ലോക്കലായിട്ട് കളക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ടാക്കി ഇവിടെ വിൽക്കാൻ വയ്ക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അടിപൊളി സാധനങ്ങളാണ്. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ കൂടുതലും കണ്ടിരിക്കുന്നത് കമ്പിളി പുതപ്പുകളാണ്. കൂടുതലും കമ്പിളി അങ്ങനത്തെ ഐറ്റംസാണ്. തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് കൂടുതലും ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്നത്. ഓട്ടോ കണ്ടത് എത്ര വട്ടം കണ്ടിട്ട് നമുക്ക് ആ കൊതി തീരുന്നില്ല. ഒരു വെറൈറ്റി ഓട്ടോ. മാർക്കറ്റൊക്കെ അത്യാവശ്യം വലിയ മാർക്കറ്റുകളാണ് ഇതൊക്കെ. പല സ്ഥലങ്ങളിലേക്ക് പല വഴികളായിട്ടുള്ള വലിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടത് വലിയൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, അവിടെ വലിയൊരു ഇതുണ്ടോ, അതും അമ്പലമാണെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വഴി താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ ഇവിടെ എന്തോ പണി നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മോശം വഴി. നമ്മളൊരു എളുപ്പ വഴി കയറി ഇറങ്ങാമെന്നുള്ളൂ കേട്ടോ. നമുക്കല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഇവിടെ വലിയ സ്ഥലമൊന്നും വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വഴി കയറിയപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്കാണ് വലിയ ബിൽഡിങ്ങുകൾ വരുന്നത് കേട്ടോ. അതാണ് മാർക്കറ്റ് ആ കാണുന്നത്. ഈ കാണുന്ന ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് അല്ല എക്സിറ്റാന്ന് തോന്നുന്നത്. എൻട്രൻസ് എക്സിറ്റും കൂടിയിട്ടുള്ള സ്ഥലമാട്ടോ അത്. അപ്പോൾ ഇവർ ഇത് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കുക കേട്ടോ. അതിൻ്റെ പണിയാണ് നടക്കണേന്ന് തോന്നുന്നു.